Hello everyone, I'm Reema and welcome back to a new video. ഈ വീഡിയോ എൻ്റെ മീൽ പ്രെപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഒരാഴ്ച എന്ത് കഴിക്കണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് വയ്ക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന മുന്നേ ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷെ ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ കിച്ചണിൽ എന്താണ് ഉള്ളത് എന്നുള്ളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പോസിബിൾ കോമ്പിനേഷൻസാണ് എൻ്റെ മീൽ പ്രെപ്പിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്യാറ്. ഇത് ആക്ച്വലി നമ്മുടെ ടൈമും എഫേർട്ടും വളരെയധികം കുറയ്ക്കും. എൻ്റെ ഫസ്റ്റ് മീലായ ചിക്കൻ സാലഡിൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കുന്നത്. മിക്സ്ഡ് സാലഡ് പാക്കറ്റ്സ് ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ അതും കുറച്ച് ബ്രോക്കോളിയും കുറച്ച് കുക്കുംബറും എല്ലാം ആഡ് ചെയ്തൊരു സാലഡ് ഡ്രസ്സിങ് വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു 3 മീൽസ് അങ്ങനെ സെറ്റായി. നെക്സ്റ്റ് റെസിപ്പി ഒരു ട്യൂണ തോരൻ പോലത്തെ ഒരു പ്രിപ്പറേഷനാണ്. സോ എൻ്റെ കയ്യിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു, ട്യൂണ ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ മേക്ക് ഒരു കേരള സ്റ്റൈൽ തോരൻ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഓയിലിലേക്ക് കുറച്ച് ഓണിയനും പിന്നെ ആവശ്യമുള്ള കറി പൗഡേഴ്സൊക്കെ ആഡ് ചെയ്തു. അത് നന്നായി വഴണ്ട് വരുമ്പം അതിലോട്ട് ട്യൂൺ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഈ നാട്ടിൽ പരിഞ്ഞീൻ തോരനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ നമുക്ക് കിട്ടും. ആൻഡ് മീൽ പ്രെപ്പിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഓരോ നേരവും പുതിയ മീൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ട് വളരെ കുറവാണ്. ഇങ്ങനെ ചെയ്യും ബാച്ചായിട്ട് മീൽസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പം നമുക്ക് ഇന്നെന്ത് കഴിക്കണം, ഇന്നെന്ത് കുക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും വാട്ട് ടു ഹാവ്. ആൻഡ് ഇത് ടൈമും എഫേർട്ടും എല്ലാം റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് കുറച്ചും കൂടി നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഒരാഴ്ചയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത്, അപ്പം അത് വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നാറ്. പ്രത്യേകിച്ച് നമ്മളൊരു വർക്കിംഗ് പേഴ്സൺ ആകുമ്പം ഓരോ മീൽസ് ഓൾറെഡി ഉണ്ടെങ്കിൽ ടൈമിൽ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മീൽ സ്കിപ്പ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഞാൻ കുക്കിംഗ് വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതിനു വേണ്ടി ഒത്തിരി സമയവും ഒത്തിരി എഫേർട്ട് ഇടാനും എനിക്ക് താല്പര്യമില്ലാത്തൊരു പേഴ്സണാണ്. സോ സർവൈവലിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നത് ഇസ് സംതിങ് ദാറ്റ് ഈസ് ഓക്കെ വിത്ത് മീ. ബട്ട് കുക്കിങ്ങിൻ്റെ ഒരു ഡ്യൂട്ടി അങ്ങനെ ആവുകയാണെങ്കിൽ ഞാനത് അത്ര എൻജോയ് ചെയ്യാറില്ല. സോ ഈ മീൽ പ്രെപ്പ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് മീ എ ലോട്ട്. സോ ഇവിടെ ഞാൻ ഓണിയനിക്ക് കുറച്ച് ഉപ്പും പിന്നെ ട്യൂണയുടെ സ്റ്റോക്കും ഉപയോഗിച്ചിട്ട് അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടു. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സൈഡിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പെപ്പർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മസാലയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു. അതിലോട്ട് ഞാൻ പിന്നെ ട്യൂണ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചു. പിന്നെ നമ്മൾ തുറക്കുമ്പോഴേക്കും നമ്മുടെ ട്യൂണ മസാല അല്ലെങ്കിൽ ട്യൂണ തോരൻ തയ്യാറായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതുപോലുള്ള ബോക്സുകളിലാണ് മീൽസ് സെറ്റ് ചെയ്ത് വെക്കാറ്. അപ്പം ഇത് മൈക്രോവേവബിൾ കണ്ടെയ്നേഴ്സുമാണ്. സോ ഇറ്റ് ഈസ് ഈസിയർ. അപ്പോൾ ഇതിലോട്ട് ഓൾറെഡി ഞാൻ കേരള റൈസും ചന മസാലയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.